ആദ്യമായിട്ട് ഈ കാഴ്ച കണ്ടപ്പോൾ, അതായത് ഈ ജനലിൻ്റെ ചില്ലിൽ ഇങ്ങനെ വെള്ളത്തുള്ളികൾ വന്നിരിക്കുന്ന ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ആ കാഴ്ച, അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് കണ്ടപ്പോൾ പിന്നെയാണ് അതിൻ്റെ പുറകിലുള്ള ആ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലായത്. അതായത് ഈ വെള്ളത്തുള്ളികളെല്ലാം ഇരുന്നിട്ടുണ്ടല്ലോ, ഈ സൈഡിൽ കൂടെ എല്ലാം കുറച്ച് കഴിയുമ്പോൾ പതിയെ പൂപ്പൽ വരാൻ തുടങ്ങും, ഇങ്ങനെ കറുത്ത് കറുത്ത് പുള്ളിയായിട്ട്. അപ്പോൾ ഇത് വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളത് എനിക്ക് കുറച്ച് വൈകിയായിരുന്നു മനസ്സിലായത്. അത് മനസ്സിലായപ്പോൾ തൊട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ഇതിന് വരാതെ എങ്ങനെ സൂക്ഷിക്കാം. അപ്പം നമ്മളിങ്ങനെ ചെറിയൊരു പഠനമൊക്കെ നടത്തിയപ്പോൾ ആൾക്കാർ പറഞ്ഞു, അതായത് നന്നായിട്ട് എയർ കയറ്റണം, അപ്പോൾ പിന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്ന്. പിന്നെ എയർ കയറ്റി വർഷങ്ങൾ വെറുതെ പോയതേ ഉള്ളൂ. എനിക്ക് എല്ലാ വർഷവും ഇങ്ങനെ ജനലിൽ വരും കേട്ടോ. ഇനി ഇത് പഴയ കെട്ടിടമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാ തന്നെ ആയാലും ഈ വർഷവും വന്നിരിക്കണം. എന്താ ചെയ്യാന്ന് പറ. വെറുതെ എയർ കയറ്റി തണുക്കുക എന്നുള്ളതല്ലാതെ, പക്ഷെ നല്ലതാണ് കേട്ടോ ഫ്രഷ് എയറൊക്കെ കയറ്റുന്നത്. എന്നാൽ പോലും ഇതിനൊരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഈ വർഷം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, കാരണം നമ്മളൊന്ന് പെയിൻ്റൊക്കെ അടിച്ച് എല്ലാം സെറ്റപ്പ് ആക്കിയതേ ഉള്ളൂ, ഇനി ഉപ്പലേ വേണ്ട അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എല്ലാം രാവിലെ തുടയ്ക്കും. തുണിയൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കലാണ് ഇപ്പോഴത്തെ എൻ്റെ പരിപാടി. പിന്നെ നമ്മൾ എയറും കയറ്റുന്നുണ്ട്. ഈ വർഷമെങ്കിലും പൂപ്പലൊന്നും ഇല്ലാണ്ട്, ആക്ച്വലി ജനലിൻ്റെ സൈഡിൽ കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ വേറെ എവിടെയും പൂപ്പലുള്ളതല്ല.